കോഴിക്കോട് ഈങ്ങപ്പുഴ കൊലപാതക കേസ് പ്രതി യാസിർ പിടിയിലായത് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി പരിസരത്ത് നിന്നാണ്. അതേസമയം കക്കാട് സ്വദേശി ഷിബിലയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, വിവരങ്ങൾ. ഇന്നലെ രാത്രി ഈ യാസിറിന് വേണ്ടി വലിയ രീതിയിലുള്ള തിരച്ചിൽ നടക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ മെഡിക്കൽ കോളേജ് പരിസരത്ത് തന്നെ ഈ പ്രതി ഒളിച്ചു നിന്നിരുന്നത്. പ്രത്യേകിച്ച് പാർക്കിംഗ് ഏരിയയോട് ചേർന്ന് നമുക്കറിയാം 6:30യോടുകൂടി ഈങ്ങോപ്പുഴയിലെ ഈ കൊലപാതകം നടക്കുന്നു. കൊലപാതകത്തിന് ശേഷം പ്രതി ബാലുശ്ശേരി എസ്റ്റേറ്റ് മുക്കിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിക്കുകയും അവിടെ നിന്നും മടങ്ങിയെന്ന് പോലീസ് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓൾട്ടോ കാറിലാണ് സഞ്ചരിച്ചത്. കാർ സഞ്ചരിച്ച ഭാഗങ്ങളൊക്കെ തന്നെയും പോലീസ് ട്രേസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട്, അതായത് ഈ ഭാര്യയും ഭാര്യയുടെ മാതാവും പിതാവും ഒക്കെ തന്നെയും ഇപ്പോൾ നിലവിലുള്ളത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. അത്തരത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് തന്നെയാണ് യാസിർ ഒളിച്ചു നിന്നത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ആ കാറിൽ കുത്തിയ ആയുധവുമായി, പ്രത്യേകിച്ച് കത്തിയുമായി തന്നെയാണ് യാസിർ ഇരുന്നത്. നാട്ടുകാരാണ് ഈ യാസിറിനെ ആദ്യം കണ്ടെത്തുന്നത്. പിന്നീട് മെഡിക്കൽ കോളേജ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തുകയും ഈ യാസിറിനെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ യാസിറിനെ മാറ്റുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം സമാനമായ രീതിയിൽ നിരവധി തവണ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആ കുടുംബത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ യാസിർ സൃഷ്ടിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇന്നലെ ഉൾപ്പെടെ ബന്ധുക്കളിൽ നിന്നും നമുക്കറിയാൻ സാധിച്ചത്. 28-ാം തീയതി അവർ പരാതി കൊടുത്തിരുന്നുവെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും എടുത്തിരുന്നില്ല എന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ യാസിറിനെ മാറ്റുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. താമരശ്ശേരിയിലും ഈങ്ങോപ്പുഴയിൽ നിന്നൊക്കെ ഈ വിവരം അറിഞ്ഞ് ആശുപത്രി പരിസരങ്ങളിൽ എത്തിയ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പോലീസിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം വലിയ രീതിയിൽ ഈ ആളുകളെ, ഈ പ്രതിഷേധത്തെ തണുപ്പിക്കുവാൻ വലിയ രീതിയിലുള്ള ഒരു ശ്രമം നടത്തി എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇന്നെന്തായാലും പിന്നീട് താമരശ്ശേരിയിൽ നിന്നും CI ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തുകയും യാസിറിനെ തിരിച്ച് താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്തായാലും യാസിർ ഇപ്പോൾ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഷിബിലിയുടെ പോസ്റ്റ്മോർട്ടം, അതായത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ഇന്ന് പൂർത്തിയാക്കിയാൽ ബന്ധുക്കൾക്ക് ഉച്ചയ്ക്ക് ശേഷം മൃതദേഹം വിട്ടു നൽകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഈ അബ്ദുൾ റഹ്മാന്റെയും ഷിബിലിയുടെയും പിതാവിന്റെയും ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നൊരു വാർത്തയും കൂടി നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുണ്ട്. ദുർഗ.